ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളെപ്പോലെ ആകരുത് എന്ന ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ്. യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ് പിതാവിന് നമ്മളെ പറ്റിയുള്ള ഹിതം. ദൈവത്തിൻ്റെ ഹിതം അതാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളെ പോലെ ആകരുത്. പക്ഷേ നമ്മൾ ഈവിളിൽ അല്ലെ, മാലേസിൽ അത് ബേബികളെ പോലെ തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ദ്രോഹകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ യേശു അങ്ങനെയാണ്. ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ കിങ്ഡം കൊണ്ടുവരുന്ന ആൾക്കാരായിരിക്കണം. ഈ ലോകത്തിൽ ദൈവത്തിന്റെ പ്രകാശം പരത്തുന്ന വ്യക്തികളായിരിക്കണം. അതിനായിട്ടുള്ള ജീവിതമായിരിക്കും ജീവിക്കണം. മറ്റുള്ളവരെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് കണ്ടുകൊണ്ട് അല്ലെ, മറ്റുള്ളവർക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത രീതിയിൽ അല്ലെ, അവർക്ക് നന്മ വരത്തക്ക രീതിയിലുള്ള ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. ഞാനും എൻ്റെ കുടുംബം എന്നും മാത്രം വിചാരിക്കാതെ ദൈവത്തിന്റെ കിങ്ഡം, ദൈവത്തിന്റെ മക്കൾ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം ജീവിക്കാം. അങ്ങനെയാകുമ്പോൾ ലോകത്ത് പ്രകാശമുണ്ടാവും അല്ലെ. അപ്പം അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു, ഞങ്ങളോട് സംസാരിക്കാനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. വെറുതെ വചനം കേട്ടിട്ട് കർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞ വ്യക്തികളാകാതിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. അപ്പോൾ നമുക്കിന്ന് 1 കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിലേക്ക് പോകാം. 14 ചാപ്റ്ററിന്റെ 20, 21 വാക്കുകൾ വായിക്കാം. 1 കൊരിന്ത്യന്റെ 14 ചാപ്റ്ററിന്റെ 20, 21. അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കൾ ആയിരിപ്പിൻ, ബുദ്ധിയിലോ മുതിർന്നവരാകുവിൻ. അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എൻ്റെ വാക്കു കേൾക്കുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഐസയ്യക്കകത്ത് 28 ചാപ്റ്ററിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന വാക്കാണ് 21 വാക്ക്. നമുക്കറിയാം, ദൈവം ഏതൊക്കെ രീതിയിൽ സംസാരിച്ചിട്ട് പോലും അല്ലെ, ഇസ്രായേൽ മക്കൾ കേൾക്കാൻ താല്പര്യപ്പെടാത്തവരായിരുന്നു. അവരവരുടെ ഇഷ്ടത്തിന് പ്രകാരം ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു. എനിവേ, നമ്മളോട് അങ്ങനെ ആകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കും. അന്യഭാഷകളും എല്ലാം തന്നിരിക്കുന്നത് അല്ലെ, പ്രോഫസിയും അന്യഭാഷയും ഈ സ്പിരിച്വൽ ഗിഫ്റ്റുകളെല്ലാം തന്നിരിക്കുന്നത് നമ്മൾ ദൈവത്തിനോട് അടുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ 20 വാക്ക് പറയും: സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ പോലെ ആകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിക്കും, ബുദ്ധിയിലോ മുതിർന്നവരായിരിക്കും. അപ്പൊ ബുദ്ധിയിൽ നമ്മുടെ ചിന്താഗതി, ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ 2 രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ NKJV പോലുള്ള ന്യൂ കിങ് ജെയിംസ് വേർഷനിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. NIV അല്ലെങ്കിൽ ആംപ്ലിഫൈഡ് വേർഷൻ പോലുള്ളതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ തിങ്കിങ്ങിൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ ആകരുതെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ എന്നാൽ തിന്മയുടെ കാര്യം വരുമ്പോൾ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞു, ശിശുക്കളെ പോലെ ആയിരിക്കും എന്ന് പറയുക. എന്ന് പറയുമ്പോൾ തിന്മയുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കും പറയുമ്പോൾ കുഞ്ഞുങ്ങള് മനഃപൂർവ്വം ആർക്കും ദ്രോഹപരമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല അല്ലെ. അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അവര് ബുദ്ധിയില്ലാത്ത ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോഴൊക്കെ കുസൃതി കൂടിക്കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് വാസ്തവം. പക്ഷെ എന്നാലും മോശപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ പർപ്പസ്ഫുൾ ആയിട്ട് അവരൊരു കാര്യം ചെയ്യത്തില്ലല്ലോ. പക്ഷെ അതേസമയം നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ ഉള്ളിലും പാപമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അവരോട് ആരും അസൂയ ഉള്ളവരായിരിക്കണം എന്നൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ. അവർക്കറിയാം അല്ലെ, ചില കള്ളത്തരങ്ങളൊക്കെ ചില കുഞ്ഞുങ്ങളാണെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ പാപത്തിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു ത്വരയുണ്ട്. അതെന്ന് വെച്ചാല് ആടത്തിന്റെ ആ വീണുപോയ DNA കൊണ്ട് മാത്രമാണ് ആ സ്വഭാവം മാറുന്നത്. നമ്മള് ബോൺ അഗൈൻ ആയിക്കഴിഞ്ഞ് യേശുക്രിസ്തുവിലായിരിക്കുമ്പോൾ മാത്രമാണ്. അതിനു മുമ്പ് അതിന് മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ നമ്മുടെ സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളെ പോലെ ആകരുതെന്ന് പറഞ്ഞിരിക്കുന്നു. വെച്ചാല് കുഞ്ഞുങ്ങള് ചിന്തിക്കാതിരിക്കുന്ന ആൾക്കാരാണ്, ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലെ. അവരെന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അങ്ങനെ ആകരുത് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോ തന്നെ ഇവിടെ പോള് പറഞ്ഞിരിക്കുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ചാപ്റ്റർ മൊത്തം നമ്മളൊന്ന് വായിച്ചു നോക്കുക, നമുക്ക് അറിയാൻ പറ്റും സ്നേഹത്തില് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരിക്കും. 13 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 13 വരുമ്പോൾ സ്നേഹത്തെ പറ്റി കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം 12 ചാപ്റ്ററിലേക്ക് പോകട്ടെ. അവിടെ എന്താ പറയണേ, പലതരത്തിലുള്ള ആത്മീയ വരങ്ങളെ പറ്റി അല്ലെ, ഗിഫ്റ്റുകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്റെ അവസാനത്തെ വാക്കില് ഇങ്ങനെ പറഞ്ഞിരിക്കും, ഇതിനേക്കാളല്ല ഒരുപാട് ഗിഫ്റ്റുകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് പറയാം, പക്ഷെ ഇതിനേക്കാൾ എക്സലന്റ് ആയിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. 31 വാക്ക് 12 ചാപ്റ്ററിന്റെ: എല്ലാവരും വ്യാഖ്യാനിക്കുന്നു, ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പി, ഇനിയും അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു
അല്ലെ? ശ്രേഷ്ഠ വരങ്ങളെയൊക്കെ നിങ്ങൾ വാഞ്ചിപ്പിൻ. അതിനെപ്പറ്റി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പ്രൊഫസിയൊക്കെ നല്ല വരം അല്ല അതൊക്കെ കിട്ടുക. പക്ഷെ അതിനേക്കാളല്ല അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം അല്ലെ എന്ന് പറയുക. അതിനേക്കാളെല്ലാം ഒരു അതിശ്രേഷ്ഠം ഈ വരങ്ങളെക്കാളും എല്ലാം അതിശ്രേഷ്ഠമായ ഒരു കാര്യത്തെപ്പറ്റി പറയാം എന്ന് പറഞ്ഞിട്ട് 13ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ സ്നേഹത്തെ പറ്റി പറയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യ സ്നേഹത്തെ പറ്റിയല്ല. മനുഷ്യന്റെ സ്നേഹം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. മനുഷ്യന്റെ സ്നേഹത്തിനും പരിധികളുണ്ട്. മനുഷ്യന്റെ സ്നേഹത്തിന്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ കലരുന്നുണ്ട്. നമ്മുടെ താല്പര്യങ്ങൾ, നമ്മളുടെ ഇഷ്ടങ്ങൾ, നമുക്ക് ആരോടെങ്കിലും ദേഷ്യമാണ് സ്നേഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ദൈവം അവിടെ പറയുന്നത് 13ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് മനുഷ്യന്റെ സ്നേഹത്തെ പറ്റിയല്ല, ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി, ദൈവ സ്നേഹത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവസ്നേഹം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ആരെയും സ്നേഹിക്കാൻ സാധിക്കും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് പിതാവ് പറഞ്ഞിരിക്കുന്നത് ജോണിന്റെ 3:16 വന്നിരിക്കുന്നത് ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് അല്ലെ തന്റെ പുത്രനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് വിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ സ്നേഹം എന്ന് പറയുന്നത് അത് എന്താ പറയുക ഒരു കളങ്കം പറ്റൊരു സ്നേഹമാണ് അല്ലെ. മനുഷ്യര് ചെയ്ത സകല പാപങ്ങളും ദൈവത്തിനെതിരായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ വേറെ ആർക്കെങ്കിലും എതിരായിട്ടാ പാപം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ എതിരായിട്ടാ പാപം ചെയ്യുന്നെങ്കിൽ പക്ഷെ ശരിക്കും പാപം ചെയ്യുന്നത് ദൈവത്തിനെതിരായിട്ടാണ്. കാരണം വെച്ചാല് പാപം ചെയ്യുക എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യത്തിനും പ്രകാരമുള്ളതല്ല, ദൈവത്തിന്റെ കൽപ്പനയ്ക്കെതിരായിട്ട് ചെയ്തിരിക്കുന്നത്, ദൈവത്തിന്റെ വഴികൾക്കെതിരായിട്ട് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ശരിക്കുള്ള പാപം ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും കൂടെ മനുഷ്യവർഗത്തിന്റെ പ്രവൃത്തികളെ അല്ല ഇഷ്ടപ്പെടുന്നത്, മനുഷ്യവർഗത്തിന്റെ ആത്മാവിനെ അല്ലെ പ്രാണനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലോകത്തിലേക്ക് സ്വന്തം പുത്രനയച്ചാണ് പിതാവ് അല്ലെ. അപ്പൊ ആ ഒരു സ്നേഹത്തിൽ അല്ലെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഇത് ഈ ചാപ്റ്റർ ഫുൾ വായിച്ച് നോക്കുമ്പോൾ കാണും അത് തന്നെ ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ ഇങ്ങനെ പറയുക എന്താ പറയാ, നിങ്ങള് സ്നേഹ ആചരിപ്പൻ ഉത്സാഹിപ്പിൻ, ആത്മീയ ഫലങ്ങളും വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. അപ്പൊ ആദ്യത്തെ വാക്ക് തന്നെ പറയാം, 14ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ വാക്ക് തന്നെ പറയുക, നിങ്ങള് സ്നേഹ ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ. നിങ്ങൾ സ്നേഹത്തെ പെർസ്യൂ ചെയ്യും, നിങ്ങൾ സ്നേഹം ഉള്ള വ്യക്തികളായിരിക്കും, ദൈവത്തിന് സ്നേഹമുള്ള വ്യക്തികളായിരിക്കും. പിന്നെ ആത്മീയ ഫലങ്ങള് വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പിൻ. അപ്പം ഇങ്ങനെ പറഞ്ഞിരിക്കുക. പിന്നെ താഴേക്ക് വരുമ്പോ നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കാൻ സാധിക്കുക, നിങ്ങൾ ദൈവത്തോട് പറയുന്നു മിസ്റ്ററീസ് അല്ലെ, ആത്മീയ വർധനയ്ക്കായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മുടെ ആത്മീയ വർധനയ്ക്കായിട്ട്, അത് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം അത് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, പ്രോഫസിന്റെ കാര്യമാകുമ്പോ അങ്ങനെയല്ല. പ്രോഫസി അത് മറ്റുള്ളവർക്ക് നന്മയ്ക്കായിട്ട് വരുന്നിരിക്കുന്നത്, അവരെ എന്താ പറയുക എഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി, എക്സോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, പിന്നെ അവർക്ക് ഒരു കംഫോർട്ട് ആകുന്നതിന് വേണ്ടി അല്ലെ, മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്കായിട്ട് അവൻ പ്രവചനം എന്ന് പറയുന്നത് സഭയുടെ ആത്മീയ വളർച്ചയ്ക്കായിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. സഭയിലെ ആശ്വാസത്തിനായിട്ട് അല്ലെ, പ്രബോധനത്തിന് ആത്മീയ വർധനയ്ക്കായിട്ടൊക്കെയാണ് എന്താ പറയുന്നത് പ്രവചനം ഉപയോഗിക്കപ്പെടുന്നത്. പക്ഷെ നമ്മളുടെ അന്യഭാഷ സംസാരം എന്ന് പറഞ്ഞാൽ നമുക്കും ദൈവത്തിനും തമ്മിലുള്ള ഒരു മിസ്റ്ററി അല്ലെ, നമ്മൾ ദൈവം തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടി മാത്രം, നമ്മുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗപ്പെടുന്നത്, അല്ല വേറെ ഒന്നിനുമായിട്ടല്ല ഉപയോഗപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ 12ാമത്തെ വാക്കിലേക്ക് വരുമ്പോ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അവണ്ണം നിങ്ങൾ ആത്മീയവരങ്ങളെ കുറിച്ച് വാഞ്ചയുള്ളവരാകിയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാർ ആകുവാൻ പരിശ്രമിക്കും എന്ന്. ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക, അത് നിങ്ങൾക്ക് ആത്മീയ വരങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെയാകുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് സഭയ്ക്ക് വേണ്ടി അല്ലെ, സഭയ്ക്ക് എങ്ങനെയാണ് ബെറ്റർ ആയിരിക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ആത്മീയ വരം കൊണ്ട് നിങ്ങൾക്ക് മാത്രമാണ് പ്രയോജനമെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമിരിക്കുന്നു. പക്ഷെ എന്നാൽ സഭയ്ക്ക് പൊതുവായിട്ട് ഒരു പ്രയോജനത്തിനുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതായിരിക്കും നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ദൈവം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് സ്നേഹമുള്ള വ്യക്തികൾ, മറ്റുള്ളവർ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും എന്ന് പറഞ്ഞിരിക്കും അല്ലെ. അപ്പോ ഇവിടെ 20ാമത്തെ വാക്കിൽ പറയുന്ന ബുദ്ധിയിൽ കുഞ്ഞുങ്ങൾ ആകരുതെന്ന് പറയുമ്പോൾ ബുദ്ധിയിൽ മുതിർന്നവരാകുവൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആകുക അല്ലെ. എന്ന് വെച്ചാൽ നമ്മള് ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ദ്രോഹം ഉണ്ടാക്കുന്നത് എന്നായിരിക്കും. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എങ്ങനെ ദ്രോഹം ഉണ്ടാക്കും എന്നുള്ളതായിരിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പോകരുത് അല്ലെ. അപ്പോ അങ്ങനെയുള്ളൊരു കാര്യത്തിനായിട്ട് നമ്മൾ പോകരുത്
അല്ലെ? അപ്പോൾ നമുക്കറിയാം ഇവിടെ 8ാമത്തെ ചാപ്റ്റർ തന്നെ ദൈവം പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അല്ല മീറ്റ് കഴിക്കുന്നത് അങ്ങനെയൊക്കെ എന്നെക്കാളും എന്താ പറയാ സ്ട്രെങ്ത് കുറവുള്ള ഒരു ബിലീവർ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെങ്കിൽ കഴിക്കാതിരിക്കുമായിരിക്കും ബെറ്റർ അല്ലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് കഴിഞ്ഞാല് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് തീരുവാണെങ്കിൽ, എന്റെ താല്പര്യം പ്രകാരം ഞാൻ ചെയ്യുന്ന കാര്യം അത് എന്റെ കൂട്ടുവിശ്വാസികൾക്ക് ദ്രോഹമായിട്ട് തീരുന്നെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാതിരിക്കും അല്ലെ. കൊരിന്ത്യൻ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം കൊരിന്ത്യൻ ചർച്ച് എന്താ പറയാ ഒരു മെസ്സിലായിരുന്ന ഒരു ചർച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ചർച്ചായിരുന്നു. അവര് വളരാത്ത ചർച്ചായിരുന്നു അല്ലെ. നമുക്കറിയാം പോളിന്റെ രണ്ടാമത്തെ മിഷണറി ട്രിപ്പിലാണ് കൊരിന്തിൽ പോകുന്നത്. 1.5 വർഷം അവിടെ കൊരിന്തിൽ താമസിക്കുന്നു അല്ലെ. താമസിക്കുമ്പോൾ ഈ ചർച്ച ഉണ്ടാകുന്നു. അവിടെ അദ്ദേഹം പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ച് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോ അതിനുശേഷം ഈ ഒന്നാമത്തെ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനമല്ലത്, രണ്ടാമത്തെ ലേഖനമാണ്. അപ്പൊ അങ്ങനെയാകുമ്പം ഈ രണ്ടാമത്തെ ലേഖനം ശരിക്കും പറഞ്ഞാൽ ഈ 1 കൊരിന്ത്യർ എന്നുള്ള ആ ലേഖനം പോൾ എഴുതുന്ന സമയത്ത് ഓൾറെഡി ഒരു 5 വർഷമായിരുന്നു അല്ലെ. അപ്പോൾ അവിടുന്ന് പോന്നിട്ട് ഒരു 5 വർഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് 5 വർഷവും കൂടെ കഴിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാര് അത്രയും മച്ചുവർ ആകേണ്ടതാണ്, അത്രയും യേശുവിൽ വളരേണ്ടതാണ്. പക്ഷെ കൊരിന്ത്യൻ ചർച്ച് അത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവര് ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നില്ല. 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അറിയാം നമുക്ക് അവര് ബേബി ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അവര് കാർണലായിട്ടുള്ള, അവര് ജഡത്തിന്റെ പരമായിട്ടുള്ള ക്രിസ്ത്യൻസ്. കാരണം വെച്ചാൽ അവര് വളർന്നിട്ടില്ല, വളരേണ്ട സമയമായി, പക്ഷെ വളർന്നിട്ടില്ല അവരൊട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാ ചർച്ചിന്റെ അകത്ത് അല്ലെ. പരസ്പരം ദ്രോഹിക്കുകയും ഗ്രൂപ്പിസങ്ങളും അല്ലെ. ഒരു ഗ്രൂപ്പ് അപ്പോളോസിന്റെ ഗ്രൂപ്പ്, പീറ്ററിന്റെ ഗ്രൂപ്പ്, പിന്നെ പോളിന്റെ ഗ്രൂപ്പ്, അങ്ങനെ ഗ്രൂപ്പുകൾ അങ്ങനെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരപണിയും എന്താ പറയാ കേസ് കൊടുക്കുകയും അല്ലെ. അച്ഛന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ട് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരുപാട്. പിന്നെ 15ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും റിസറക്ഷനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. റിസറക്ഷൻ ഇല്ല എന്ന്, ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എന്ന് പറയുന്നു. അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളുമായിട്ട് ആകപ്പാടെ ഒരു മെസ്സായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ചർച്ചിന് അല്ലെ. പക്ഷേ അവിടെ ദൈവം പറയുക അങ്ങനെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീർന്നു. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുങ്ങള് ബുദ്ധിപരമായിട്ട് അതുങ്ങൾ ചിന്തിക്കത്തൊന്നുമില്ല. അതുങ്ങൾക്ക് തോന്നുന്നത് സംസാരിക്കും, തോന്നുന്നത് ചെയ്യും, അങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെ വിചാരിക്കുക, അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ ആദരിക്കരുത് അല്ലെ. കുഞ്ഞുങ്ങൾ ചെയ്യുന്ന അവരെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നത്, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയല്ല ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ. പക്ഷെ എന്നിരുന്നാൽ പോലും അത് മിക്കവാറും ചിലപ്പോഴെങ്കിലൊക്കെ ദ്രോഹമായിട്ട് തീരാറുണ്ട് അല്ലെ. അപ്പോ ഇങ്ങനെ പറഞ്ഞ അതുപോലെ ആകരുത് നമ്മൾ. മറ്റുള്ളവരെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ഫിലിപ്പിക്കെതിരായ 2ാമത്തെ ചാപ്റ്റർ അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ ബെറ്റർ ആയിട്ട് കരുതുക എന്ന് പറഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു മനസ്സ്, യേശുവിന്റെ ഒരു മനസ്സ്, യേശുവിന്റെ മനസ്സിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. തിന്മേൽ ശിശുക്കളായിരിക്കാൻ പറഞ്ഞിരിക്കും. അപ്പൊ 1ാമത്തെ പത്രോസ് 2ാമത്തെ ചാപ്റ്ററിൽ 1ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മള് സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിനെ പോലെ. അപ്പൊ എന്താ പറയുക, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്ന വ്യക്തികളായിരിക്കണം. സകല ദുഷ്ടപ്രവൃത്തി എല്ലാ ചതിയും വഞ്ചനയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞിരിക്കണം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോശപ്പെട്ട ഒരു ഈവിൾ ആയിട്ടുള്ള അല്ലെ, ഒരു മാലീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള ഒരു കാര്യങ്ങളും അതൊന്നും മനസ്സിലില്ലാതെ അല്ലെ, മനസ്സിൽ വെക്കരുത്. അതില് തിന്മയുടെ കാര്യത്തില് ശിശുക്കളായിരിക്കും. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങള് എന്താ പറയാ മനഃപൂർവ്വം ദ്രോഹിക്കാനായിട്ട് ആർക്കും ഒന്നും ചെയ്യത്തില്ല അല്ലെ. അതുങ്ങൾ അങ്ങനെയല്ല, അതുങ്ങൾ ചെയ്തു വരുമ്പോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി പോകും ചിലപ്പോഴെങ്കിലൊക്കെ എന്നല്ലാതെ. പക്ഷെ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ആ കുഞ്ഞുങ്ങളൊന്നും ചെയ്യാറില്ല അല്ലെ. നമുക്കറിയാം ചെറിയ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ നമുക്കറിയാം ആ കുഞ്ഞുങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യത്തില്ല. അവര് കുസൃതി കാണിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും എന്നല്ലാതെ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവമുള്ള വ്യക്തികളായിരിക്കും എന്ന് പറയും. പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിൽ, ചിന്തിക്കുന്ന കാര്യത്തില്, മനസ്സിന്റെ കാര്യത്തിൽ യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം. യേശു ചിന്തിക്കുന്ന പോലെ അല്ലെ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന വ്യക്തികളായിരിക്കും, ലോകത്തിന്റെ സോൾട്ട് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം. പക്ഷെ തിന്മയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കണം. തിന്മയുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളെ പോലെ ആയിരിക്കണം, നിഷ്കളങ്കരെ ആയിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ 21ാമത്തെ വാക്ക്, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, എങ്കിലും അവർ എന്റെ വാക്ക് കേൾക്കില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ പല രീതിയിൽ ദൈവം സംസാരിച്ചിട്ട് അന്യഭാഷ കൊണ്ട് അല്ല
പല രീതിയിൽ ദൈവം സംസാരിച്ചിട്ടും കൂടെ ഇസ്രായേൽ മക്കൾ കേൾക്കാൻ താല്പര്യപ്പെട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കരുത് അല്ലെ. ദൈവത്തെ കേൾക്കുന്നവരൊക്കെ, ദൈവത്തിന്റെ വഴി നടക്കുന്ന, ദൈവം പറയുന്ന സ്നേഹത്തിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. മറ്റുള്ളവരെ നമ്മളെക്കാളും ബെറ്റർ ആയിട്ട് കരുതുന്നവരായിരിക്കണം. യേശുവിന്റെ സ്വഭാവമുള്ളതായിരിക്കണം. യേശുവിന്റെ മനസ്സ് നമുക്ക് തന്നിരിക്കുന്നു എന്നാണ് രണ്ടാമത്തെ ചാപ്റ്റർ കൊരിന്ത്യന്റെ 2 ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ മനസ്സ് നമുക്കുണ്ട്. അപ്പൊ യേശുവിന്റെ മനസ്സുണ്ടെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് ഹോളി സ്പിരിറ്റ് ഗോഡിനെ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കുക. ആത്മീയരായിരിക്കുന്നവരായിരിക്കുക. ജഡ സ്വഭാവമുള്ളവരാകാതിരിക്കുക അല്ലെ. കാർണലായിട്ട് ജഡ സ്വഭാവമുള്ള ക്രിസ്ത്യൻസ് ആകാതിരിക്കുക. ആത്മീയരായിരിക്കുന്ന വ്യക്തികളായിരിക്കുക. അതിനായിട്ട് നമ്മൾ വിളിച്ചേക്കുന്നത്. നമുക്കറിയാം ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന മനസ്സ് അതിങ്ങനെ ജഡത്തിന്റെ സ്വഭാവം എന്താ പറയണേ, അത് ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ നയിക്കുന്ന മനസ്സെന്ന് പറഞ്ഞാൽ മരണമാണ്. പക്ഷെ ആത്മാവിനെ നയിക്കപ്പെടുന്ന മനസ്സ് എന്ന് പറഞ്ഞ ജീവനാണ്, സമാധാനമാണ്. അപ്പൊ ജീവനും സമാധാനമുള്ള വ്യക്തികളായിരിക്കും നമ്മൾ അല്ലെ. ജീവന്റെയും സമാധാനത്തിന്റെയും ചാനലുകളായിരിക്കുക മറ്റുള്ള ലൈഫിലേക്ക് എന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ മനസ്സിൽ അതൊന്നും കുഞ്ഞുങ്ങളെ പോലെ ആകരുത്. പക്ഷെ നമ്മള് മച്ചുറായിട്ട് അല്ലെ, മറ്റുള്ളവർക്ക് എങ്ങനെ ദ്രോഹം ചെയ്യാതിരിക്കാൻ സാധിക്കും, എങ്ങനെ ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന, അതിനായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്തുക. കർത്താവ് സമയത്ത് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഫാദർ, താങ്ക് യു മൈറ്റി കിങ് മാസ്റ്റർ. അങ്ങ് പറയുന്ന പോലെ അങ്ങയുടെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ കർത്താവ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനകത്ത് മാത്രം.